വളരെയുണ്ട് സത്യം, വേലക്കാരോ ചുരുക്കം. ആകയാൽ കൊയ്ത്തിന്റെ യജമാനനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് യാചിപ്പീൻ എന്ന് പറഞ്ഞു. പാസ്റ്റർ എം.വി. മത്തായി മലബാറിന്റെ മണ്ണിൽ സുവിശേഷ സത്യങ്ങൾ അറിയിക്കുവാൻ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട പ്രേക്ഷിത വര്യൻ. കേരളത്തിലും തമിഴ്നാട്ടിലുമായി നിരവധി സഭകൾ സ്ഥാപിക്കുകയും ദൈവരാജ്യ വ്യാപനത്തിനായി അനവധി ശുശ്രൂഷകരെ വാർത്തെടുക്കുകയും ചെയ്ത ഈ അനുഗ്രഹീത ദൈവഭൃത്യൻ ഇപ്പോൾ IPC പാലക്കാട് നോർത്ത് സെൻറ്റർ ശുശ്രൂഷകനായും പ്രവർത്തിക്കുന്നു. തൻ്റെ ദർശനാധിഷ്ഠിത പ്രവർത്തനങ്ങളെപ്പറ്റിയും പിന്നിട്ട വഴികളിലെ നിരവധി ദൈവാനുഭവങ്ങളെപ്പറ്റിയും അദ്ദേഹം മനസ്സു തുറക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ കൊയ്ത്തിൻ്റെ വേലക്കാർ എന്ന പ്രോഗ്രാമിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഇന്നും നമ്മോടൊപ്പം മറ്റൊരു ദൈവത്തിൻ്റെ അഭിഷേകൻ കൂടെയുണ്ട്. കർത്താവിൻ്റെ വേലയിൽ ദീർഘവർഷം അധ്വാനിച്ച മലബാർ ഏരിയയിൽ, ഒന്നുകൂടെ പറഞ്ഞാൽ പാലക്കാടിൻ്റെ നോർത്ത് പാലക്കാടിൽ ഇപ്പോഴത്തെ സെൻട്രൽ പാസ്റ്ററായിരിക്കുകയും അതോടൊപ്പം തന്നെ അനേക വേലസ്ഥലങ്ങളിൽ സഭകൾ സ്ഥാപിക്കുകയും ചെയ്ത ദൈവത്തിൻ്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ എം.വി. മത്തായി അവർ നമ്മോടൊപ്പം ഈ ദിവസം തൻ്റെ അനുഭവങ്ങൾ ഷെയർ ചെയ്യുവാൻ നമ്മുടെ മധ്യമുണ്ട്. നമുക്ക് ഈ ദിവസം പാസ്റ്ററിനോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാം. പാസ്റ്റർ, കൊയ്ത്തിൻ്റെ വേലക്കാർ എന്ന ഈ പ്രോഗ്രാമിലേക്ക് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ താങ്കളെ സ്വാഗതം ചെയ്യുകയാണ്. ദീർഘവർഷങ്ങൾ കർത്താവിൻ്റെ വയൽ പ്രദേശത്ത് അധ്വാനിക്കുകയും ധാരാളം വേലസ്ഥലങ്ങൾ ആരംഭിക്കുവാൻ ദൈവം ഇടയാക്കുകയും അതോടൊപ്പം തന്നെ അനേക ദൈവത്തിൻ്റെ ശ്രേഷ്ഠ ദാസന്മാരെ വാർത്തെടുക്കുവാനും കർത്താവിൻ്റെ വേലിയിലാക്കുവാനൊക്കെ ദൈവം ഉപയോഗിച്ച ദൈവ മനുഷ്യനാണല്ലോ എൻ്റെ മുമ്പിലിരിക്കുന്ന പാസ്റ്റർ എം.വി. മത്തായി. ഇന്ന് പാസ്റ്ററിൻ്റെ സുവിശേഷ വേലിയിൽ ദൈവം നടത്തിയ വഴികൾ, അനുഭവങ്ങൾ ഒന്ന് ചോദിച്ചറിയാൻ വേണ്ടിയാണ് ഹാർവസ്റ്റ് TV ഞങ്ങൾ ഇന്ന് പാസ്റ്ററിൻ്റെ അടുക്കിലേക്ക് വന്നത്. ഇന്ന് ഞങ്ങൾ പാസ്റ്ററിനോട് ചില അനുഭവങ്ങൾ ചോദിച്ചറിയാൻ പോകുകയാണ്. പാസ്റ്റർ, ആദ്യമായി ഞങ്ങൾ ചോദിക്കുന്നത്, പാസ്റ്റർ രക്ഷയിലേക്ക് വന്ന അനുഭവങ്ങൾ എങ്ങനെയാണെന്ന് ഞങ്ങളുടെ TV പ്രേക്ഷകരുമായി ഒന്ന് പങ്കുവയ്ക്കാമോ? ഞങ്ങൾ പുരാതന ഓർത്തഡോക്സ് കുടുംബത്തിൽപ്പെട്ടവരായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ തിരുവിതാംകൂറിൽ നിന്ന് മലബാറിലേക്ക് കുടിയേറുന്നത്. 1950 അതിൻ്റെ ശേഷം അവിടെ സ്ട്രോങ് ആയിട്ട് യാക്കോബ സഭയിൽ നിന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരു ദൈവദാസൻ, ഞങ്ങളെ പരിചയമുള്ളൊരു ദൈവദാസൻ ഞങ്ങളുടെ വീട്ടിൽ വരികയും അവിടെ വൈകിട്ട് പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോൾ ബൈബിളിൽ നിന്ന് ചില കാര്യങ്ങൾ പറഞ്ഞു തരികയും ചെയ്തു. അപ്പോഴാണ് ഇതൊക്കെ നമ്മുടെ ബൈബിളിലുണ്ടല്ലോ എന്നുള്ളതായിരിക്കുന്ന ഒരു വെളിച്ചം ഉള്ളിലേട്ട് കടന്നു വരുവാനായിട്ട് ഇടയായിത്തന്നു. അതേ തുടർന്ന് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. വൈകിട്ട് എല്ലാ ദിവസവും ക്ലാസ് കഴിഞ്ഞ് വളരെ ആർത്തിയോടുകൂടെയാണ് വീട്ടിലേക്ക് വരുന്നത് ഈ വചനം പഠിക്കുവാൻ. അങ്ങനെയാണ് സുവിശേഷ വെളിച്ചം ഉള്ളിലുണ്ടായത്. ബൈബിളുമായിട്ട് ബന്ധമില്ലല്ലോ ഞാൻ ഉൾപ്പെട്ടു നിൽക്കുന്ന സമൂഹം എന്നുള്ള ബോധ്യമുണ്ടായി. അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിൽ വലിയൊരു വെളിച്ചമുണ്ടായി. സത്യം അറിയുവാനും, ചുരുക്കി പറഞ്ഞാൽ കർത്താവിൻ്റെ കൽപ്പന അനുസരിപ്പാൻ, ദൈവവചനപ്രകാരം സ്നാനമേൽപ്പാനും ദൈവം സഹായിച്ചു. അങ്ങനെയാണ് ആരംഭ അനുഭവം. അതിൻ്റെ ശേഷം കർത്താവിന് വേണ്ടി ജീവിപ്പാൻ തീരുമാനിക്കുകയും എൻ്റെ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട്, ഞാൻ SLC കഴിഞ്ഞിട്ട് സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചു 1960. അതിൻ്റെ ശേഷം ഒരു ജോലിക്ക് വേണ്ടി ഇങ്ങനെ അന്വേഷിച്ച് ചില സ്ഥലങ്ങളിലൊക്കെ ചാൻസ് കിട്ടി. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഒരു വിളിയുണ്ടായി. അതുപോലെ പാസ്റ്റർ രക്ഷിക്കപ്പെട്ട് കർത്താവിനെ വിശ്വസ്തോടെ ആരാധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. പിന്നെ എങ്ങനെയാണ് കർത്താവിൻ്റെ വേലയിലേക്ക് വരാനുള്ള കാരണം എന്താണ്? അതിനു മുമ്പ് എന്തെങ്കിലും ജോലി എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഞങ്ങളുമായി ഷെയർ ചെയ്യാമോ? SSLC കഴിഞ്ഞിട്ട് സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കുവാനൊരവസരം കിട്ടി 1960. അതിൻ്റെ ശേഷം ജോലിക്ക് വേണ്ടി അന്വേഷിച്ചു കൊണ്ടിരുന്നു. ആ സമയത്ത് പലരിൽ കൂടെയും ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി പൂർണ്ണസമയം വേർതിരിയണം എന്നുള്ളതായിരിക്കുന്ന ഒരു ആലോചനയുണ്ടായി. എൻ്റെ ഹൃദയത്തിലും ആ താല്പര്യമുണ്ടായി. എങ്കിലും ഒരു ജോലി ലഭിക്കുന്നതാണ് അത്യാവശ്യം എന്നുള്ള നിലയിൽ ജോലിക്ക് വേണ്ടി പല സ്ഥലങ്ങളിൽ പോകുവാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ ഒരു ജോലിക്ക് വേണ്ടി മധുരയ്ക്ക് പോകുവാനായിട്ട് ഇടയായിത്തീർന്നു. ഓർത്തഡോക്സുകാരനായ എൻ്റെ ഒരു സ്നേഹിതനുമായിട്ട് മധുരയ്ക്ക് പോയി. പക്ഷേ മധുരയിൽ ചെന്നുവെങ്കിലും അവിടെ പല തടസ്സമുണ്ടായി. പോയ വഴിക്ക് എൻ്റെ ബൈബിളും കയ്യിലുണ്ടായിരുന്ന പണവും
നഷ്ടപ്പെടുവാനിടയായി തീർന്നു. തിരിച്ചു പോരുവാൻ മധുര റെയിൽവേ സ്റ്റേഷനിൽ ചെന്നു. പക്ഷേ പണമില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദൈവദാസൻ ആണെന്ന് തോന്നി ഇങ്ങനെ കടന്നു പോകുന്നു. ഞാൻ പരിചയപ്പെട്ടപ്പോൾ ഒരു ദൈവദാസനാണ്. അദ്ദേഹത്തോട് ഞാൻ വിവരങ്ങൾ പറഞ്ഞു. തിരിച്ചു പോകാനായിട്ട് പൈസയില്ല, നഷ്ടപ്പെട്ടു പോയി. ഏതെങ്കിലും ഒരു സഹായം ചെയ്താൽ ഞാൻ തിരിച്ചു ചെന്ന് കഴിഞ്ഞിട്ട് അയച്ചു തരാമെന്ന് പറഞ്ഞു. അദ്ദേഹം ഒരു ദൈവവൈദ്യലാണോ എന്ന് ചോദിച്ചിട്ട് എനിക്ക് വണ്ടിക്കൂലിക്ക് തന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് നിലമ്പൂർ വന്നു. നിലമ്പൂർ വന്ന ശേഷം കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പോകാൻ ബൈബിൾ സ്കൂളിൽ പോകാൻ തീരുമാനിച്ചു. അത് 1965 എന്നാൽ പെട്ടെന്ന് നോർത്ത് ഇന്ത്യയിലെ സിക്കിമിൽ ഒരു ജോലിക്ക് വേണ്ടി ചാൻസ് വരികയും പെട്ടെന്ന് പോകേണ്ടതായിട്ടുള്ളൊരു വിളിയുണ്ടാകുകയും ചെയ്തു. എന്നാൽ ആ സമയത്ത് ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. കാരണം പോയ വഴിക്ക് ഞാൻ മഹാരോഗിയായി ഭയങ്കരമായ മരണത്തോടടുത്തു. എന്നാൽ ആ സമയത്ത് എനിക്ക് കുറ്റബോധമുണ്ടായി. ഞാൻ കർത്താവിൻ്റെ വിളി കേൾക്കാതെ പോയതുകൊണ്ടാണല്ലോ എന്നുള്ള ചിന്തയുണ്ടാവുകയും അവിടെ വെച്ച് ഞാൻ തീരുമാനമെടുക്കുകയും ചെയ്തു. ഇനി കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പോകും. അങ്ങനെയാണ് ഇറങ്ങി തിരിച്ചാണല്ലോ എന്ന് വിചാരിച്ചു മധുരയ്ക്ക് ചെന്നു. അതിന് തടസ്സമുണ്ടായി. അതിൻ്റെ ശേഷം തിരിച്ചു വന്ന് സ്കൂളിൽ പോകാൻ തീരുമാനിച്ചു. അപ്പോഴാണ് അതേ ജോലിക്ക് വേണ്ടിയുള്ള ചാൻസ് വന്നത്. എന്നാൽ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി തീരുമാനിച്ച് സ്കൂളിൽ പോകാൻ തീരുമാനിച്ചപ്പോൾ പലരും പറഞ്ഞു, ബുദ്ധികേട് കാണിക്കരുത്, ഒരു ജോലി, നല്ല ജോലി ലഭിക്കേണ്ടതായിട്ടുള്ള ചാൻസ് ഉള്ളപ്പോൾ അത് വിട്ടുപോകരുത്. അപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവിൻ്റെ സന്നിധിയിൽ തീരുമാനമെടുത്ത ശേഷം അതിൽ നിന്ന് പിരിഞ്ഞു പോകുന്നതാണ് ബുദ്ധികേട്. അങ്ങനെയാണ് ബൈബിൾ സ്കൂളിൽ പോകാനായിട്ട് തീരുമാനിക്കുകയും 65, 66 കുമ്പനാട് ബൈബിൾ സ്കൂളിൽ പഠിക്കുവാൻ അവസരം ലഭിക്കുകയും ചെയ്തു. അതുപോലെ പാസ്റ്റർ ഇപ്പോൾ ശുശ്രൂഷയിൽ സുവിശേഷ വേലിലായിട്ടിപ്പോൾ ഏകദേശം എത്ര വർഷമാകും? 56 വർഷമായി. 56 വർഷമാണ് കർത്താവിൻ്റെ വേലി. 1/2 നൂറ്റാണ്ട് കഴിഞ്ഞു. ആമേൻ. ബൈബിൾ കോളേജ് പഠനം കഴിഞ്ഞ് കർത്താവിൻ്റെ വേലി വന്നതിന് ശേഷം ആദ്യമായിട്ട് ഇവിടെ പാസ്റ്റർ പ്രവർത്തനം ആരംഭിക്കുന്നത്? ഞാൻ ബൈബിൾ സ്കൂളിൽ പഠിക്കുമ്പോൾ പാസ്റ്റർ കെ എബ്രഹാം ആ സാറപ്പച്ചനുണ്ടായിരുന്നു. പഠനശേഷം എൻ്റെ വിവാഹം നടന്നു. ഞാൻ വിവാഹം കഴിക്കുമ്പോഴും ദൈവസന്നിധിയിൽ ഒരു തീരുമാനമെടുത്തു, പൂർണ്ണസമയം കർത്താവിൻ്റെ വേല ചെയ്യണം. എനിക്ക് അവിടുന്ന് തരുന്നതായിട്ടുള്ള ഭാര്യ ഒരു ജോലി ഇല്ലാത്തതായിരിക്കണം, പൂർണ്ണസമയം സമർപ്പണമുള്ളതായിരിക്കണം. അങ്ങനെയാണ് എൻ്റെ വിവാഹം നടന്നത്. വിവാഹശേഷം പ്രിയ പാസ്റ്റർ കെ എബ്രഹാം എന്നെ അറിയിച്ചു, ഗുജറാത്തിൽ അഹമ്മദാബാദ് എന്ന സഭയിലെ ഒരു ചാൻസ് ഉണ്ട്, അവിടേക്ക് കുടുംബമായിട്ട് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പച്ച, മലബാറിലേക്ക് സുവിശേഷ വേലക്കാർ വരുവാൻ മടിക്കുന്നു, വളരെ പ്രതിസന്ധികളും തടസ്സങ്ങളും ഉള്ളതായിരിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് മലബാറിലെ സാഹചര്യം അറിഞ്ഞ് ഞാൻ മലബാറിൽ തന്നെ പ്രവർത്തിക്കട്ടെ എന്ന അനുവാദം ചോദിച്ചാണ് മലബാറിൽ പ്രവർത്തിപ്പാൻ തീരുമാനിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് പാലക്കാട് ഒരു പ്രവർത്തനത്തിന് അവസരമുണ്ടെന്ന് ചില വിശ്വാസികളൊരു വീട്ടിൽ കൂടി വരുന്നു എന്നിങ്ങനെ ഒരറിയിപ്പുണ്ടാകുകയും അന്നത്തെ മലബാറിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സെൻട്രൽ പാഷായിരുന്നു KM ജോൺ. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇങ്ങനെ പോകാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെയാണ് മലബാറിൽ പാലക്കാട് ജില്ലയിലെ തച്ചമ്പാറ എന്ന സ്ഥലത്ത് ഞാൻ ആദ്യമായിട്ട് വന്ന് പ്രവർത്തനം ആരംഭിക്കുന്നത്. 2-3 ആൾക്കാരും ഉണ്ടായിരുന്നുള്ളൂ. അവിടെ നിന്ന് പാസ്റ്റർ പ്രവർത്തനം ആരംഭിക്കുന്നത്. അവിടെ ഒരു വീട്ടിൽ 3-4 പേര് കൂടി വരുന്നുണ്ട്, അത്രയേ ഉള്ളൂ. മറ്റ് യാതൊരു സാഹചര്യങ്ങളുമില്ല. ആ പാലക്കാട് ജില്ലയിൽ, റവന്യൂ ജില്ലയിൽ വേറെ സഭകളുമില്ല. ആകെ എല്ലാ വിഭാഗങ്ങൾക്കും കൂടെ 4 പ്രവർത്തനം അല്ലെ 5 സഭകൾ ഉണ്ട്. അത് മലബാറിൽ, ഈ പാലക്കാട് ജില്ലയിൽ അതിൽ തച്ചമ്പാറയിൽ ഞാൻ പ്രവർത്തിക്കുമ്പോൾ കൂടെ വരാൻ ഒരു ശുശ്രൂഷകനുമില്ല. എല്ലാ ദിവസവും രാവിലെ വേലയ്ക്കിറങ്ങും, ട്രാക്റ്റ് കൊടുക്കും, ഭവന സന്ദർശനം ചെയ്യും. ഇങ്ങനെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് വരും. ഉച്ചയ്ക്ക് വന്ന് ഒരു അടുത്തൊരു മർത്തമക്കാരുടെ വീടുണ്ട്, അവിടെ അല്പസമയം ഇരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെയും പോകും. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ആ മർത്തമക്കാരൻ തോമാച്ചേട്ടൻ എന്നോട് പറഞ്ഞു, ഇവിടെ ആർക്കും നേരമില്ല, എല്ലാവർക്കും വലിയ ജോലിയാണ് ഈ ദേശത്തൊക്കെ, പിന്നെ അല്പം ഇങ്ങനെ മെനക്കെട്ടിരിക്കാൻ ഉപദേശിക്കുകയോ എനിക്കുമേ സമയമുള്ളൂ എന്ന് പറഞ്ഞു. അതെനിക്ക് വലിയൊരു അടിയായി തീർന്നു. ഞാൻ മെനക്കെട്ടിരിക്കുകയോ? ഞാൻ പിന്നീട് ആ ഉച്ച കഴിഞ്ഞ് ആ വീട്ടിൽ പോയി ഇരിക്കാറില്ല. ഉച്ച കഴിഞ്ഞ് പിന്നെയും ട്രാക്റ്റുമായിട്ട് ഇറങ്ങും, നടക്കും, ദീർഘ മൈലുകൾ നടന്ന് പിന്നെയും സന്ധ്യ വരെ ട്രാക്റ്റ് കൊടുക്കുകയും
സുവിശേഷ വേല ചെയ്യുകയും ചെയ്തു. അങ്ങനെയാണ് ആരംഭമായിട്ട് അവിടുത്തെ പ്രവർത്തനം. അത് കഴിഞ്ഞിട്ട് 1 വർഷത്തോളം കഴിഞ്ഞിട്ട് എൻ്റെ മൂത്ത സഹോദരിയും കുടുംബവും അളിയൻ തൻ്റെ ഭൗതിക ജോലി വിട്ടിട്ട് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങി. അങ്ങനെ ഞങ്ങളുടെ അടുക്കൽ കല്ലടിക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന ഒരു വാടക വീട്ടിൽ 6 മക്കളുമായിട്ട് വന്ന് വിശ്വാസത്താൽ വേല ആരംഭിച്ചു. അതാണ് എനിക്ക് അടുത്തുള്ള ഒരു സഭ, 2ാമത്തെ സഭ. അങ്ങനെയാണ് അവിടെ പ്രവർത്തനം ആരംഭിക്കുന്നത്. അവിടെ അനേകർ സ്നാനപ്പെടാൻ ഇടയായിത്തീർന്നു. അതിനുശേഷം വേറൊരു സ്ഥലത്ത് പിലാപ്പറ്റ എന്ന സ്ഥലത്ത് ഒരു വിശ്വാസി വന്നിട്ടുണ്ടെന്നറിഞ്ഞു. അവിടേക്ക് ക്ഷണിക്കപ്പെട്ടു. അവിടെ പോയി അവിടെ ഒരു വേല ആരംഭിച്ചു. അങ്ങനെ അവിടുത്തെ വേലയും ഇപ്പോഴുണ്ട്. ഇങ്ങനെയാണ് അവിടുത്തെ വേലയുടെ ആരംഭം. ഏകദേശം പാസ്റ്റർ ശുശ്രൂഷയിൽ എത്ര സഭകൾ ഇതിനോടകം ആരംഭിച്ച് കാണും, ഉടലെടുത്തിട്ടുണ്ട്? 1968 അവിടെ എൻ്റെ കൂടെ ഇറങ്ങി പുറപ്പെടാൻ ആരുമില്ലാതിരിക്കുമ്പോൾ തിരുവനന്തപുരത്തു നിന്ന് ഗോസ്പൽ സർവീസ് ടീം എന്ന് പറയുന്ന ഒരു ടീം ഒരു വാഹനവുമായിട്ട് വന്നു ആ പ്രദേശങ്ങളിൽ. അപ്പോൾ എന്നെ കണ്ടു. ഞങ്ങൾ ഒരുമിച്ച് മണ്ണാർക്കാട് മുതൽ അട്ടപ്പാടി അഗളി വരെ സഞ്ചരിച്ച് ഓരോ ജംഗ്ഷനിലും പരസ്യോഗം നടത്തി ഇങ്ങനെ പോയി. 1968 അഗളിയിൽ പരസ്യോഗം നടത്തി കഴിഞ്ഞപ്പോൾ ഒരാൾ വന്ന് പരിചയപ്പെട്ടു. എവിടെയാണ്? അവർ പന്തളത്തുനിന്ന് വന്ന്, തോമ്പിലെ വീടാണ്. അവർ വന്ന് 100 ഏക്കർ സ്ഥലം മേടിച്ച് നെല്ലിപ്പതി എന്ന് പറയുന്ന സ്ഥലത്ത് താമസമാണ്. ആരെയും വിശ്വാസികളെ പരിചയമില്ല. അങ്ങനെ എന്നെ വിളിച്ചു. ഞാൻ ആ വീട്ടിൽ പോയി. അങ്ങനെ ആ വീട്ടിലെ ഒരു പ്രവർത്തനം തുടങ്ങി. അതാണ് നെല്ലിപ്പതിയിലെ സഭയുടെ ആരംഭം. അതിന് ശേഷം മുണ്ടമ്പാറ, അങ്ങനെ പല സ്ഥലങ്ങളിൽ 1-2 വേലക്കാരവിടെ വന്ന് കുടിയേറി പാർക്കുന്നുണ്ടായിരുന്നു, ശരിയായ വേലയില്ലാതെ. അങ്ങനെ അവരെയും പരിചയപ്പെട്ടു. അങ്ങനെ മുണ്ടമ്പാറയിലും വേല ആരംഭിച്ചു. ഇങ്ങനെ അട്ടപ്പാടിയിൽ പല സ്ഥലങ്ങളിൽ അതോട് ചേർന്ന് വേല ആരംഭിക്കാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെയാണ് ആ ഭാഗങ്ങളിൽ വേല ആരംഭിക്കുന്നത്. അതിന് ശേഷം പാലക്കാടിൻ്റെ പല ഭാഗങ്ങളിൽ ഇതുപോലെ ഒറ്റ വിശ്വാസികൾ വന്ന സ്ഥലങ്ങളിൽ പോയി പ്രവർത്തിക്കുകയും പല സന്ദർഭങ്ങളിൽ 21 ദിവസം ഒക്കെയും പല മീറ്റിങ്ങുകൾ പ്രാർത്ഥനയിലിരുന്ന് ദൈവം പല വഴികൾ കാണിച്ചു തരികയും അങ്ങനെയാണ് അവിടെ ഉണ്ടായിട്ട് വേല ആരംഭിക്കാനായിട്ട് ഇടയായി തീർന്നത്. ഇപ്പോൾ പാസ്റ്റർ ഏകദേശം എത്ര സഭകൾ പാസ്റ്റർ ശുശ്രൂഷയിൽ ഉണ്ടായിട്ടുണ്ട്? അന്ന് ഞാൻ പറഞ്ഞല്ലോ, പാലക്കാട് ജില്ലയിൽ സഭകളില്ലായിരുന്നു. IPCക്ക് ഒരു സഭയോടെ ഉണ്ടായിരുന്നു. തേനിടുക്കെന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ചെറിയ പ്രവർത്തനം ഉണ്ടായിരുന്നു, അത്രയേ ഉള്ളായിരുന്നു. ബാക്കി എല്ലാ വിഭാഗങ്ങളും കൂടെ 5 പ്രവർത്തനമേ പാലക്കാട് ജില്ലയിലുള്ളായിരുന്നു. പിന്നീട് സഭ വളർന്നു. പ്രവർത്തനങ്ങളെ ദൈവം വിശാലമാക്കി തീർത്തു. അനേക വേലക്കാർ ആ ഭാഗങ്ങളിൽ വന്നു. വേല വളർന്നു. ഇപ്പോൾ പല സഭാവിഭാഗങ്ങൾക്കും പാലക്കാട് ജില്ലയിൽ ധാരാളം സഭകളുണ്ട്. IPCക്ക് മാത്രം 13 സെൻറ്റർ ഈ റവന്യൂ ജില്ലയിൽ മാത്രമുണ്ട്. അപ്പോൾ പാലക്കാട് എന്നുള്ളത് നോർത്ത് സൗത്തായി. അതിൽ പാലക്കാട് നോർത്തിൻ്റെ പ്രവർത്തനം 1995 മുതൽ ഞാൻ പ്രവർത്തിക്കുന്നു ഡിസ്ട്രിക്ട് പാസ്റ്ററായിട്ട്. ഇപ്പോൾ 33 സഭകളും 36 വേലക്കാരും നമ്മുടെ സെൻറ്ററിലുണ്ട്. അത് അട്ടപ്പാടി, കോയമ്പത്തൂർ ഭാഗം, പാലക്കാട് ഭാഗം, ഇങ്ങനെ വിശാലമായൊരു ഏരിയയിൽ നിലകൊള്ളുകയാണ്. ഓക്കെ പാസ്റ്റർ, അതുപോലെ തന്നെ പാസ്റ്റർ ഈ മലബാറിൻ്റെ പ്രദേശത്തിൽ ഏകനായി വന്ന് ചെറിയൊരു പ്രവർത്തനം അന്ന് ഉണ്ടായിരുന്നു, അത് ആരംഭിച്ച് ഇപ്പോൾ പാസ്റ്റർ പറയുക പാലക്കാട് എന്ന നോർത്ത് ഡിസ്ട്രിക്റ്റിൽ, അല്ലേ? പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ്, റവന്യൂ ജില്ലയിൽ IPCക്ക് മാത്രം 160ഓളം സഭകൾ, 13 സെൻറ്റേഴ്സ് ഉണ്ട്. പ്രൈസ് ലോർഡ്. ഒരു ദൈവ മനുഷ്യനെ ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ ഒന്നും കാണാതെ ഒരു സ്ഥലത്തോട് കടത്താൻ വായിക്കുന്നില്ല എന്നുള്ള തെളിവാണല്ലോ ഇത്. പാസ്റ്റർ എങ്ങനെയാണ് ഈ പുതിയ വേലസ്ഥലങ്ങൾ കണ്ടെത്തുന്നതും അതുപോലെ അവിടെ സഭകൾ ആരംഭിക്കുന്നതും ഞങ്ങൾ ഷെയർ ചെയ്യാം? തുടർമാനമായ പ്രാർത്ഥനയും നടന്നുകൊണ്ടുള്ള വിശ്വാസത്താലുള്ള വേലയും. അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവം ഒരു സ്ഥലത്ത് ആരെയെങ്കിലും ഉള്ളതായിട്ട് അറിയിക്കും, ഏതെങ്കിലും മുഖാന്തരം ദൈവം ഒരുക്കും. അങ്ങനെ അറിഞ്ഞിട്ട് അവിടെ ചെന്ന് അവർ മൂലമായിട്ട് അവിടെ ഒരു പ്രവർത്തനം ആരംഭിക്കും. ഇങ്ങനെയാണ് ഓരോ സ്ഥലങ്ങളിൽ വേല ആരംഭിക്കുന്നത്. പാസ്റ്റർ, അതുപോലെ പാസ്റ്റർ ഈ പ്രധാനമായി ഈ പാലക്കാട് വന്ന് സെൻറ്റർ ആണെങ്കിലും മെയിനായിട്ട് പാസ്റ്റർ വേറെ ഏതൊക്കെ സ്ഥലങ്ങൾ പാസ്റ്ററുടെ ശുശ്രൂഷ വ്യാപിപ്പിച്ചിട്ടുണ്ട്?
തച്ചമ്പാറ താമസിച്ച് 12 വർഷം അവിടെ ശുശ്രൂഷിച്ച ശേഷം മണ്ണാർക്കാടെന്ന് പറയുന്ന സ്ഥലത്ത് പ്രവർത്തനം ആരംഭിച്ചു. അവിടെ വളരെ പ്രതികൂലമുണ്ടായി. പ്രതികൂലം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഇളയ മകന് മഹാരോഗമുണ്ടായി മരിച്ചു എന്നുള്ള സ്റ്റേജിൽ വരെ വന്നായിരുന്നു. അങ്ങനെ ആ പ്രദേശത്ത് 3 വർഷം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കോയമ്പത്തൂർ ചില വിശ്വാസികളുണ്ട് എന്നറിഞ്ഞ് കുമ്പനാട്ടിൽ നിന്ന് എനിക്ക് ഓർഡർ വന്ന് അവിടേക്ക് ആ സഭയിലേക്ക് വരുന്നത്. അങ്ങനെ അവിടെ വന്ന് പ്രവർത്തനം വിശാലമാക്കി അവിടെ ആ സഭയിൽ 16 വർഷം ഇരുന്ന് അവിടെ സ്ഥലം വാങ്ങി കെട്ടിടം പണിത് അതോടനുബന്ധിച്ച് ഊട്ടിക്കടുത്ത് കുന്നൂർ ഒരു പ്രവർത്തനം ആരംഭിപ്പാൻ മുഖാന്തരം ഒരുങ്ങി. തിരുപ്പൂര്, പോത്തന്നൂര്, സൂലൂര് ഇങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് വേല വിശാലമായി. ഇപ്പോൾ ഈ തമിഴ്നാട്ടിലോട്ട് കടന്ന് 8-9 സ്ഥലങ്ങളിൽ പ്രവർത്തനമുണ്ട്. പാസ്റ്റർ സംസാരിച്ചപ്പോൾ കോയമ്പത്തൂർ വന്നു എന്ന് പറഞ്ഞല്ലോ. പാസ്റ്റർ ഇപ്പോൾ താമസിക്കുന്നത് കോയമ്പത്തൂരിലാണ്. പ്രത്യേകാൽ ഈ കോയമ്പത്തൂരിലെ നിയോഗം ദൈവം തന്നതെങ്ങനെ? കോയമ്പത്തൂർ ഒരു ചാൻസ് കിട്ടിയപ്പോൾ അവിടെ ഒന്ന് പ്രവർത്തനം തുടങ്ങുകയും ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ അട്ടപ്പാടിക്ക് പാലക്കാട് പോകാതെ തന്നെ ഈ റൂട്ടിൽ ആനക്കട്ടി വഴി പോകാനായിട്ട് സൗകര്യമുണ്ട്. അതുപോലെ തന്നെ മണ്ണാർക്കാട് വരെയും അതുപോലെ തന്നെ ഈ കോയമ്പത്തൂർ ഭാഗങ്ങളിലെല്ലാം പോകാനുള്ള ഒരു സെൻട്രൽ സ്റ്റേഷൻ എന്ന പോലെയാണ് ഇവിടെ നിൽപ്പാനായിട്ട് ഇടയായിത്തീർന്നത്. അതുകൊണ്ട് ഇവിടെ താമസിച്ചുകൊണ്ട് എല്ലായിടത്തും ഒരുപോലെ പോകാനായിട്ട് സാധിക്കുന്നു. ദീർഘവർഷക്കാലം 56 വർഷം കൊണ്ട് കർത്താവിൻ്റെ വേല ചെയ്യുക. പക്ഷേ ഒരു ദൈവ മനുഷ്യനെ കർത്താവ് അയക്കുമ്പോൾ വെറുതെ അയക്കുന്നതിൽ ഞങ്ങൾക്കറിയാം. അതുപോലെ പാസ്റ്റർ ശുശ്രൂഷ പല സഭകൾ ഉടലെടുത്തിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ പാസ്റ്റർ പറഞ്ഞത് ഞങ്ങൾ കേട്ടു. അതുപോലെ തന്നെ എത്ര ശുശ്രൂഷകന്മാർ, ഒരുപക്ഷെ ഒരു കണക്കില്ലായിരിക്കാം എങ്കിലും എത്ര ശുശ്രൂഷകന്മാർ പാസ്റ്ററിൻ്റെ ശുശ്രൂഷയിൽ എഴുന്നേറ്റിട്ടുണ്ടാകും, അതിനെക്കുറിച്ച് ഞങ്ങൾ ഷെയർ ചെയ്യാം. എല്ലാവരെയും പെട്ടെന്ന് ഓർക്കുന്നില്ലെങ്കിലും ഏതാണ്ട് 10-15 വേലക്കാർ പല സ്ഥലങ്ങളിൽ കർത്താവിന് വേണ്ടി നമ്മുടെ നേരിട്ടുള്ള പ്രവർത്തനത്താൽ തന്നെ ഉടലെടുത്തു. അതിൽപ്പെട്ടതാണ് തിരുവനന്തപുരത്ത് വർക്ക് ചെയ്യുന്ന ബ്രദർ സുരേഷ് ബാബു. സുരേഷ് ബാബു ഇവിടെ പഠിക്കാനായിട്ട് വന്നതാണ്. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ വാടകയ്ക്ക് താമസിച്ച വീടിൻ്റെ തൊട്ട റൂമിലായിരുന്നു വാടകയ്ക്ക് താമസിച്ചത്. അങ്ങനെ വരാൻ കാരണം നമ്മുടെ ഈ സഭയിലെ ഒരു ബ്രദർ സുരേഷ് ബാബുവിൻ്റെ പിതാവും അബുദാബിയിലെ ഒരു സ്ഥലത്താണ് വേല ചെയ്തുകൊണ്ടിരുന്നത്. ആ പരിചയത്തിലാണ് എൻ്റെ കെയർ ഓഫിൽ വന്ന് അടുത്ത് താമസിപ്പിച്ചത്. ഞങ്ങൾ താമസിക്കുന്നിടത്താണ് ആരാധന. കുടുംബ പ്രാർത്ഥനയ്ക്കും ചിലപ്പോൾ കയറി വരും, ആരാധനയ്ക്കും വരും. ആ സമയത്ത് താൻ രക്തം ഇടയ്ക്കിടയ്ക്ക് ഛർദ്ദിക്കുന്ന ഒരു രോഗമുണ്ടായിരുന്നു. ഹാർട്ട് പേഷ്യൻ്റായിരുന്നു. ദൈവം പ്രാർത്ഥനയാൽ അതിനൊക്കെയും വിടുതൽ കൊടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ താൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുവാൻ തീരുമാനിച്ചു. സ്നാനപ്പെടുത്തിയതാരാ? ഞാൻ തന്നെ. പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെ ആലപ്പുഴയിലെ മോൻസി തോമസ് എന്ന് പറയുന്ന ഒരു പാസ്റ്റർ. ഞാൻ കോയമ്പത്തൂർ ഒരു സ്ട്രീറ്റിൽ കൂടി ഇങ്ങനെ പ്രാർത്ഥിച്ച് നടക്കുമ്പോൾ റോഡ് സൈഡിൽ ഒരു പയ്യനിരുന്ന് ഒരു പാട്ട് പാടുന്നു, എന്ത് ദിശയുമേ ദൈവത്തിൻ്റെ സ്നേഹം. ഞാൻ തിരിച്ചു വന്ന് ചോദിച്ചപ്പോൾ ഇവിടെ അടുത്തുള്ള ഓപ്പോസിറ്റ് വീട്ടിൽ വന്നവരാണ്, അമ്മയുടെ അനുജത്തിയുടെ വീട്ടിലാണ്, അവർ ഓർത്തഡോക്സുകാരാണ് എന്ന് പറഞ്ഞു. എനിക്ക് അമ്മ മാനസിക രോഗിയാണ്, അപ്പനില്ല. ഞാൻ ചോദിച്ചു എൻ്റെ കൂടെ വരുന്നതെന്ന് ചോദിച്ചു. അങ്ങനെ എൻ്റെ കൂടെ വന്ന് ഞങ്ങളുടെ ഫെയ്ത്ത് ഹോമിൽ താമസിച്ച് ഞങ്ങളുടെ വീട്ടിലെ ഒരു അംഗമായിട്ട് വളർന്ന് അങ്ങനെ മാനസാന്തപ്പെട്ട് സ്നാനപ്പെട്ട് അടുത്തൊരു വർക്ക്ഷോപ്പിൽ ജോലി മേടിച്ചു കൊടുത്തു. അങ്ങനെ ഇരിക്കുമ്പോൾ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വിളിയുണ്ടായി. താൻ ബൈബിൾ സ്കൂളിൽ പഠിച്ചു. അപ്പോഴേക്കും അമ്മയ്ക്ക് സുഖമായി. അമ്മയും പിന്നീട് സ്നാനപ്പെട്ടു, ആലപ്പുഴയിൽ പ്രവർത്തനം തുടങ്ങി. അങ്ങനെയാണ് തൻ്റെ വളർച്ചയുടെ ആരംഭം. അതുപോലെ പല ശുശ്രൂഷകന്മാർ ഇന്ത്യയുടെ പല സ്റ്റേറ്റുകളിലും ഇവിടെ നിന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പോയി പ്രവർത്തിക്കുന്നവരുണ്ട്. അതിലൊരാൾ തൊടുപുഴയിലെ ഒരു MD ഡാനിയൽ, അദ്ദേഹം ഇവിടെ റെയിൽവേ ജോലിയായിരുന്നു. അപ്പോൾ ഞാൻ നടത്തിയ ബൈബിൾ ക്ലാസ്സിൽ സംബന്ധിച്ചാണ് താൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുന്നത്. അങ്ങനെ ഇപ്പോൾ താൻ കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരുന്നു. ഒരു ബൈബിൾ സ്കൂൾ നടത്തുന്നു. ശ്രീലങ്കയിലുമൊക്കെയും തൻ്റെ പ്രവർത്തനം വിശാലമാക്കിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ പല ശുശ്രൂഷകന്മാർ ഈ കോയമ്പത്തൂർ വെച്ച് തന്നെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിൻ്റെ വയലിൽ അധ്വാനിക്കുന്നവരുണ്ട്. ദൈവം പാസ്റ്ററിനെ കോയമ്പത്തൂരിൽ അയച്ചത് ഒരു വലിയൊരു ദൈവിക പ്രവൃത്തിക്ക് വേണ്ടിയാണ്. അത് വ്രതമായി പോയില്ല. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതുപോലെ തന്നെ പാസ്റ്ററിൻ്റെ ഈ ബൈബിൾ കോളേജിൽ പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. പാസ്റ്റർ K. എബ്രഹാം എന്ന ശ്രേഷ്ഠ ദൈവദാസനോടൊപ്പം ശുശ്രൂഷയിൽ പോയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അതിൻ്റെ അനുഭവങ്ങൾ ഞങ്ങളുമായി പങ്കുവയ്ക്കാമോ? ഞാൻ കുമ്പനാട് ബൈബിൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് 2 വർഷം പഠിച്ചു. ആദ്യത്തെ വർഷം
3 മാസം കഴിഞ്ഞപ്പോഴേക്കും ക്ലാസ് നിർത്തുവാനായിട്ട് നിർബന്ധിതരായി. ചുമതലക്കാർ പറഞ്ഞു ഭക്ഷണത്തിന് വകയില്ല, കടുങ്കാപ്പിയും കപ്പയും മാത്രമായി, അതും തീരാൻ പോകുന്നു, വരുമാനമില്ല, ഇനി ഈ വർഷം ക്ലാസ് നടത്തുവാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടികളെല്ലാവരും കരയാൻ തുടങ്ങി. അന്നത്തെ കാലഘട്ടത്തിൽ കപ്പയും കടുങ്കാപ്പിയും അതെ മാത്രം 3 നേരം അതാണോ? അതെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇന്ന് രാത്രി മുഴുവൻ ഈ 2 പേര് ഓരോ മണിക്കൂർ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ സന്ധ്യ മുതൽ രാവിലെ വരെ എല്ലാവരും ആർത്തിയോടുകൂടെ പ്രാർത്ഥിച്ചു. ഈ 2 മണിക്കൂർ, ഈ 2 പേര് ഓരോ മണിക്കൂർ. അന്ന് അതിരാവിലെ നമ്മുടെ ബൈബിൾ സ്കൂളിലെ ചാപ്പൽ സർവീസിന് 2 ഗസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു വിദേശ മിഷണറിയും ഒരു തമിഴ്നാട്ടിലെ മിഷണറിയും. അവർക്കൊരു മനസ്സിൽ തോന്നി ഈ എബ്രഹാമിൻ്റെ ബൈബിൾ സ്കൂൾ ഒന്ന് സന്ദർശിക്കണം. അങ്ങനെ ആ രാവിലെ ബൈബിൾ സ്കൂൾ സന്ദർശിച്ച് ഇവിടുത്തെ പരിസ്ഥിതിയൊക്കെ മനസ്സിലാക്കിയിട്ട് അവരൊരു സംഭാവന ചെയ്തു. ആ സംഭാവന കൊണ്ടാണ് ആ വർഷം ബാക്കി മാസങ്ങൾ ക്ലാസ് നടന്നത്. അതിന് ശേഷം എന്നെ സാറപ്പച്ചൻ പറഞ്ഞു എൻ്റെ കൂടെ ഈ ഒഴിവ് കാലത്ത് അടുത്ത ക്ലാസ് തുടങ്ങുന്നവരെ താമസിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താമസിക്കാം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ പല സ്ഥലങ്ങളിൽ സഹായിയായിട്ട് ആ മാസങ്ങളിലൊക്കെയും പോകുവാനായിട്ട് ഇടയായി തീർന്നത്. പല അനുഭവങ്ങൾ എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. തൻ്റെ ത്യാഗപരമായ ജീവിതം ആരെങ്കിലും എന്തെങ്കിലും സംഭാവന കൊടുത്താൽ അത് എണ്ണി നോക്കാതെ പോലും അടുത്ത വീട്ടിൽ വരുന്നവർക്ക് എടുത്തു കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ളതായിരിക്കുന്ന അനുഭവമായിരുന്നു തൻ്റെ ശുശ്രൂഷ. അത് അനുഭവിച്ചറിയുവാനായിട്ട് ഇടയായിത്തീർന്നുണ്ട്. അങ്ങനെ വിശ്വാസം പലതും പഠിക്കുവാൻ തൻ്റെ കൂടെയുള്ള ജീവിതം കൊണ്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും പാസ്റ്ററോട് ഈ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ഞങ്ങളും കർത്താവിൽ ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയാണ്. അതുപോലെ തന്നെ പാസ്റ്റർ കുറേ സഭകൾ സ്ഥാപിച്ചു എന്ന് പറഞ്ഞു. ഇതൊക്കെ കെട്ടുപണികൾ നടത്തിയിട്ടുണ്ട്. പാസ്റ്റർ ഇതൊക്കെ വിശ്വാസത്താലല്ലേ നടത്തിയത്? തീർച്ചയായിട്ടും. എങ്ങനെയാണ് പാസ്റ്ററെ ഈ വിശ്വാസത്താൽ ഈ കാര്യങ്ങളൊക്കെ അത് പ്രായോഗികമായി വന്നത് നിങ്ങളോട് പറയാമോ? വേല ആരംഭിക്കുന്നതായിട്ടുള്ള സമയത്ത് ആരെയും സഹായത്തിന് വേണ്ടി അന്വേഷിക്കുവാനായിട്ട് നിവൃത്തിയില്ല. കാരണം ആരുമില്ല. അന്ന് പാസ്റ്റർ കെ എം ജോൺ നിലമ്പൂർ വളരെ പട്ടിണി കിടന്ന് വേല ചെയ്യുന്ന സ്ഥലം. അദ്ദേഹമായിരുന്നു അന്ന് സെൻട്രൽ പാസ്റ്റർ. മലബാർ സെൻറ്റർ എന്ന് പറഞ്ഞ ഒരു സെൻറ്ററേ ഉള്ളായിരുന്നു, വേറെ സെൻറ്ററുകളില്ലായിരുന്നു. അപ്പോൾ ആരും സഹായമില്ലായിരുന്നത് കൊണ്ട് വിശ്വാസത്താൽ ദിവസം തോറും പ്രാർത്ഥിക്കുകയും കാത്തിരിക്കുകയും അങ്ങനെ ഏതെങ്കിലും വഴികൾ ദൈവം തുറക്കുകയും ചെയ്യും. ഞങ്ങളുടെ ജീവിതത്തിൽ ആരംഭകാലത്തുണ്ടായ അനുഭവം, ഞങ്ങളൊരു വീട് വാടകയ്ക്ക് താമസിക്കുകയാണ്. 1968, 69 അന്ന് 15 രൂപ വാടകയാണ്. ഒരു മാസം വാടക കൊടുക്കാൻ നിവൃത്തിയില്ല. വളരെ പ്രാർത്ഥിച്ചു. ഒരു ദിവസം പോസ്റ്റ്മാൻ ഒരു കത്ത് കൊണ്ടു തന്നു. അതിനകത്ത് 10ൻ്റെ 5ൻ്റെ നോട്ടുണ്ട്. ആരയച്ചെന്ന് ഇന്ന് വരെ അറിയത്തില്ല. നേരിട്ട് കർത്താവ് സപ്ലൈ ചെയ്യുന്ന കാലമായിരുന്നു. അതുപോലെ ഞങ്ങൾ പാർത്ത ആ വീടിരിക്കുന്ന പുരയിടം ഒരു 2 ഏക്കർ സ്ഥലമുണ്ട്. കുറ്റിക്കാടുകളുണ്ട്. അതിനകത്തൊക്കെ കാടപ്പക്ഷികൾ മുട്ടയിടുമായിരുന്നു. ഞങ്ങൾക്ക് ആഹാരമില്ലാത്ത സന്ദർഭത്തിൽ 2 പ്രാവശ്യം കാടപ്പക്ഷി വന്ന് ഞങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ വീണു. ഞാൻ പോയതിനെ എടുക്കുമ്പോൾ അത് പറന്നു പോകുന്നില്ല. ഇങ്ങനെ 2 പ്രാവശ്യം കാടപ്പക്ഷിയെ കൊണ്ട് ഞങ്ങൾ ഉപജീവനം നടത്തിയിട്ടുണ്ട്. നേരിട്ട് സ്വർഗം സപ്ലൈ ചെയ്യുന്ന കാലം. അന്ന് ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തതുപോലെ അതെ നിങ്ങൾക്ക് കർത്താവ് ഡയറക്റ്റ് കാടപ്പക്ഷി. അതെ. അങ്ങനെ വിശ്വാസത്താൽ ശുശ്രൂഷയുടെ ആരംഭം മുതൽ തന്നെ വിശ്വാസം പഠിപ്പിച്ച് കൊണ്ടുവന്നത് കൊണ്ട് സഹശുശ്രൂഷകന്മാരെയും അത് പഠിപ്പിക്കുവാൻ കഴിയുമെങ്കിലും അത് ഈ കാലത്തെ എത്രത്തോളം ഫലകരമാകുന്നില്ല എന്ന് എല്ലാവർക്കും അറിയാം. അവർക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. ഇന്നാണെങ്കിൽ എന്തെങ്കിലും സഹായം വേണമെങ്കിൽ സെൻട്രൽ ഭാഷ എടുക്കൽ വരും. അങ്ങനെയൊക്കെയുള്ള ഒരു രീതിയാണല്ലോ ഇന്നത്തെ അവസ്ഥ. എന്നാൽ ഏത് കാലത്തും വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവം അത്ഭുതം പ്രവർത്തിക്കും. അതുപോലെ തന്നെ പാസ്റ്റർ കേട്ടിട്ടുണ്ട്, പാസ്റ്റർ കെ എബ്രഹാം കൈപ്പടയിൽ എഴുതി തന്ന ഒരു ലെറ്റർ പാസ്റ്ററിൻ്റെ കൈവശം ഉണ്ടെന്ന് പറഞ്ഞു. ആ ലെറ്റർ മുഖാന്തരം കൊണ്ടാണ് മലബാറിലേക്ക് വരുന്നത് ഞാൻ കേട്ടു. തീർച്ചയായിട്ടും. അദ്ദേഹം എനിക്കൊരു കത്ത് തന്നു. ആ കത്ത് ഇപ്പോഴും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. 1967 എനിക്ക് എഴുതി തന്ന കത്താണ്. ബ്രദറിനെ തച്ചമ്പാറ സഭയിലേക്ക് ശുശ്രൂഷയ്ക്കാക്കിയിരിക്കുന്നു എന്ന് സഹോദരൻ കെ ഇ എബ്രഹാം, പാസ്റ്റർ എന്ന് പോലും എഴുതിയിട്ടില്ല, സഹോദരൻ കെ ഇ എബ്രഹാം എന്നെഴുതി ആ കത്ത് എൻ്റെ പഴയ ശേഖരങ്ങളുടെ അകത്ത് ഇന്നലെയും ഞാൻ എടുത്തു നോക്കി. സന്തോഷം. അതുപോലെ പാസ്റ്റർ പല ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുന്നുണ്ടല്ലോ. ഞാൻ ചിന്തിക്കുന്നു ഇപ്പോഴും ഒരു ബൈബിൾ കോളേജിലെ പ്രിൻസിപ്പളാണ്. എത്ര ബൈബിൾ കോളേജിൽ പഠിപ്പിച്ചിട്ടുണ്ട്? ഏതൊക്കെയാണ് ഒന്ന് പറയാമോ?
ഒറ്റപ്പാലത്തെ നോർത്ത് കേരള ബൈബിൾ കോളേജ് ഉണ്ടായിരുന്നു. അവിടെ അനേക വർഷങ്ങൾ പഠിപ്പിച്ചു. തൃശ്ശൂർ മിസ്ഫ ബൈബിൾ കോളേജിൽ പല വർഷങ്ങൾ പഠിപ്പിച്ചു. അതിന് ശേഷം വടക്കഞ്ചേരിയിൽ പഠിപ്പിച്ചു. ഒലവക്കോട്, പാലക്കാട് ഒലവക്കോട് നോർത്ത് കേരള ശാലേം ബൈബിൾ കോളേജ്, അവിടെ അനേക വർഷങ്ങളായി പഠിപ്പിക്കുകയും ഇപ്പോഴും അതിൻ്റെ പ്രിൻസിപ്പളായിട്ട് ശുശ്രൂഷ ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ അനേകരെ ബൈബിൾ സ്കൂളിൽ പഠിപ്പിച്ച് ഫീൽഡിൽ കാണുവാനായിട്ട് ഇന്നും സഹായിക്കുന്നുണ്ട്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഒട്ടനവധി ശിഷ്യഗണങ്ങളുള്ള ദൈവത്തിൻ്റെ അഭിഷിക്തനാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പാസ്റ്റർ, ഈ വേല സ്ഥലങ്ങളിൽ ദൈവദാസനെ അയക്കാറുണ്ടല്ലോ. അയക്കുമ്പോൾ ഇവർക്കൊരു സപ്പോർട്ട് വേണമല്ലോ. ആ സപ്പോർട്ട് ഇപ്പോഴും കൊടുക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അതെങ്ങനെയാണ് പാസ്റ്റർ ആ ഫണ്ട് കണ്ടെത്തുന്നത്? ഒന്ന് ഞങ്ങളോട് ഷെയർ ചെയ്യാം. മലബാറിലെ പ്രവർത്തനങ്ങൾ മധ്യ തിരുവിതാംകൂർ പോലെ പെട്ടെന്ന് ഇങ്ങോട്ട് വളരുന്ന സ്ഥലങ്ങളല്ല, വളരെ പ്രതിസന്ധിയുള്ളതാണ്. അതുകൊണ്ട് പല സ്ഥലങ്ങളിലും അനേക നാളുകളായിട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ വേല ചെയ്യുവാൻ സാധിക്കത്തുള്ളൂ. ഈ സപ്പോർട്ട് സ്ഥിരമായൊരു വരുമാനമല്ല. പലരും ഈ വിഷയങ്ങൾ അറിഞ്ഞ് സഹായിച്ചിട്ടുണ്ട്. ചിലരൊക്കെ കുറച്ച് നാൾ അവരുടെ സഹായം ചെയ്തിട്ട് അവർ നിർത്താറുണ്ട്. പിന്നെയും വേറെ ചിലർ ചെയ്യാറുണ്ട്. അങ്ങനെ വിശ്വാസത്താൽ ചിലരൊക്കെ അറിഞ്ഞ് സഹായിക്കുന്നവരാണ്. അങ്ങനെയുള്ള സഹായവും പിന്നെ സെൻട്രലിലെ സഭകളെ, കഴിവുള്ള സഭകളെ ഉത്സാഹിപ്പിച്ച് അവരെയും ഉത്സാഹിപ്പിച്ച് അങ്ങനെ മിഷൻ ഫണ്ട് ഉണ്ടാക്കി അങ്ങനെയാണ് ഈ വേലയെ സഹായിപ്പാൻ ഇന്നും ദൈവം സഹായിക്കുന്നത്. ഒരു മാസം ഇപ്പോഴും 30,000-ലധികം രൂപ ഈ ഇനത്തിൽ മാത്രം വേണ്ടി വരുന്നുണ്ട്. ദൈവം അത് അത്ഭുതകരമായി നടത്തുന്നു. ആമേൻ, പ്രൈസ് ദി ലോർഡ്. പാസ്റ്റർ, അതുപോലെ ദീർഘവർഷം പാസ്റ്റർ കർത്താവിൻ്റെ വേലയിൽ പാസ്റ്റർ ആയിരിക്കുമ്പോൾ തന്നെ ഇത്രയും വേലസ്ഥലങ്ങൾ നടത്തുമ്പോഴും പെട്ടെന്ന് ഒരു സഭ ഉടലെടുക്കുന്നില്ല. അതിനൊത്തിരി ത്യാഗങ്ങളും അതുപോലെ ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ, പ്രശ്നങ്ങളുണ്ടാകുമല്ലോ. ഇങ്ങനെ കർത്താവിൻ്റെ വേലയുമായിട്ടുള്ള ബന്ധത്തിൽ എന്തെങ്കിലും ഈ പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ പാസ്റ്ററിൻ്റെ മിനിസ്ട്രിയിൽ ഉണ്ടായിട്ടുള്ള ഏതെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ ചിലത് ഞങ്ങളുമായി ഷെയർ ചെയ്യാം. ചില വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പെട്ടെന്ന് എടുത്തു പറയേണ്ടത് 2011 ഞങ്ങളൊരു പുതിയ വേല ആരംഭിച്ചു. അത് ഈ കോയമ്പത്തൂർ ഭാഗത്തേക്ക് കടന്നൊരു സ്ഥലമായിരുന്നു. അവിടെ ഒരു ശുശ്രൂഷകൻ കുടുംബം താമസമുണ്ടായിരുന്നു. ഞങ്ങളൊരു ദിവസം അവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് സെൻട്രലിലെ ശുശ്രൂഷകന്മാരും ഇവാഞ്ചലിസം ബോർഡും ക്യാമ്പ് ചെയ്തുകൊണ്ട് അവിടെ എല്ലാം ട്രാക്റ്റ് കൊടുക്കുകയാണ്. അങ്ങനെ ഇരിക്കെ അവിടുന്ന് സുവിശേഷ വിരോധികൾ കൂട്ടമായിട്ട് വന്ന് മതം മാറ്റുവാൻ ആളുകൾ വന്നു എന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കി. പലരും ഞങ്ങൾ താമസിച്ച വീടിനകത്തേക്ക് കയറി വന്നു. 43 പേർ ഫീൽഡിൽ ഇറങ്ങി ട്രാക്റ്റ് കൊടുക്കുകയാണ്. ഞങ്ങൾ ചിലർ പ്രാർത്ഥിച്ചുകൊണ്ട് ആ വീട്ടിലിരിക്കുകയാണ്. ആളുകൾ വരുന്നവർ ഫോൺ ചെയ്ത് പിന്നെയും ലീഡേഴ്സിനെ വിളിച്ചു വരുത്തി 100-200 പേരോളം അവിടെ എതിർപ്പായിട്ട് വന്നു. അതെ, എൻ്റെ മരുമകനെ ഒന്ന് അടിച്ചു. ഇങ്ങനെ അകത്തോട്ട് കയറി വരുന്ന സന്ദർഭമായപ്പോൾ അവിടെ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയും അവർ വന്ന് ഞങ്ങളെ എല്ലാവരെയും പോലീസ് സ്റ്റേഷനിൽ സന്ധ്യയ്ക്ക് 6 മണി വരെയും ഇരുത്തി. ഇവർ വന്ന് സ്റ്റേഷന് ചുറ്റും വളഞ്ഞു നിന്നു. ഇവരെ വെളിയിൽ വിടരുത് എന്ന് പറഞ്ഞുകൊണ്ട് വന്നവരുടെ വാഹനങ്ങളും എല്ലാം അവിടെ കൊണ്ടുപോയിരുന്നു. 6 മണിയായപ്പോൾ പോലീസുകാർക്ക് ഞങ്ങളോട് സഹതാപം തോന്നി. ഞങ്ങളെ ഒരു 5 പേരെ അവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ളവരെല്ലാം പോലീസ് വണ്ടി പോകുന്ന പോലെ വണ്ടിയിൽ കയറ്റി വളരെ ദൂരെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വിട്ടു. എന്നിട്ട് ഈ 6 പേരെ DSP ഓഫീസിലേക്ക് മാറ്റി. എന്നിട്ട് ഒരു അഡ്വക്കേറ്റിനെ വിളിച്ച് വരുത്തി അവരെ സംസാരിപ്പാനായിട്ട് തുടങ്ങി. ഇവരെ വിടരുത്, എന്നിട്ട് 3 ലക്ഷം രൂപ കൊടുത്താൽ വിടാം, അല്ലെങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്യും. കേസ് രജിസ്റ്റർ ചെയ്താൽ കേരളത്തിൽ നിന്നുള്ള ശുശ്രൂഷകന്മാരെല്ലാവരും വിളിക്കുമ്പോഴെല്ലാം വരണമല്ലോ. അതുകൊണ്ട് അനുരഞ്ജനത്തിൽ 1 ലക്ഷം രൂപ കൊടുക്കാൻ സമ്മതിച്ച് പെട്ടെന്ന് പലയിടത്തുനിന്നും കടമെടുത്ത് 1 ലക്ഷം രൂപ കൊടുത്ത് ആ 6 പേരെ രാത്രി 9 മണി കഴിഞ്ഞപ്പോൾ വിട്ടു. അങ്ങനെയാണ് അവിടുത്തെ പ്രതിസന്ധി ഉണ്ടായി. എന്നാൽ അവിടെ ഒരു റിസൾട്ട് ഉണ്ടായത്, അത് കഴിഞ്ഞിട്ട് 1 മാസത്തിനകം, 1 മാസം കഴിഞ്ഞപ്പോൾ ആ ദേശത്ത് മുമ്പ് RSSൻ്റെ സെക്രട്ടറി ആയിരുന്ന ഒരാളെ സ്നാനപ്പെടുത്തുവാൻ ദൈവം എനിക്ക് കൃപ തന്നു. അങ്ങനെ അതിൻ്റെ അടുത്ത് പിന്നെ വേറൊരു സ്ഥലത്ത് പിന്നെ ഒരു വേലയുണ്ടായി. അങ്ങനെയുള്ള പ്രതിസന്ധികളുണ്ടായി. അതുപോലെ തന്നെ സുവിശേഷ വേലയ്ക്ക് പല സ്ഥലങ്ങളിലും
പൈശാചികമായ നിലകളിൽ ഉള്ള എതിർപ്പുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ ഈ കോയമ്പത്തൂർ വന്ന ശേഷം രോഗിയായി രക്തം വെളിയിലേക്ക് പോയി അങ്ങനെ മരണത്തോടെടുത്ത സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. അവിടെ നിന്നെല്ലാം ദൈവം വിടുവിച്ചിട്ടുണ്ട്. അങ്ങനെ പല നിലകളിൽ എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. ദൈവം അവിടെ നിന്നെല്ലാം വിടുവിച്ച് ഈ പ്രായം വരെയും ദൈവം നിലനിർത്തുന്നു. പ്രൈസ് ദി ലോർഡ് പാസ്റ്ററെ. അതുപോലെ തന്നെ പാസ്റ്ററെ, ഒരു ദൈവത്തിൻ്റെ ദാസൻ ദീർഘവർഷം കർത്താവിൻ്റെ വേലയായിരിക്കുമ്പോൾ ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങളുണ്ട്. നമുക്ക് ഈ പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ പറ്റാത്തതാണ് എല്ലാം. എങ്കിലും മറക്കാനാവാത്ത ചില അനുഭവങ്ങൾ കൂടെ ഞങ്ങളുമായി ഷെയർ ചെയ്യാമോ? ഞാൻ മുമ്പേ ചില കാര്യങ്ങൾ പറഞ്ഞു. ഞങ്ങൾ നേരിട്ട് ദൈവം കഷ്ടതയുടെ നടുവിൽ സഹായിച്ചിട്ടുള്ള അനുഭവങ്ങളുണ്ട്. അതെ. പിന്നെ ഒരു വിഷയം, ഞാൻ അമേരിക്കയിൽ ഒരിക്കൽ പോകുമ്പോൾ 2003 അമേരിക്കയിൽ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഫിലദൽഫിയ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഷിക്കാഗോ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഞാൻ ബസ്സിൽ യാത്ര ചെയ്യുക. സന്ധ്യയ്ക്ക് യാത്ര ചെയ്താൽ പിറ്റേ ദിവസം ഉച്ചയ്ക്കാണ് അവിടെ എത്തുന്നത്. ഇങ്ങനെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഇന്ത്യാന സ്റ്റേറ്റിൽ കൂടെ പോകുമ്പോൾ പിറ്റേ ദിവസം രാവിലെ ഒരു റെസ്റ്റോറൻറ്റിൽ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റിന് ഇറങ്ങി. ഞാനും ഇറങ്ങി. എൻ്റെ കയ്യിലൊരു ചെറിയ ഹാൻഡ് ബാഗുണ്ട്. അതിനകത്ത് എൻ്റെ പാസ്പോർട്ട്, വിസ, കിട്ടിയ ചെക്കുകൾ എല്ലാ രേഖകളും അതിനകത്തുണ്ട്. ഞാൻ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ബസ് പുറപ്പെടാൻ സമയമായപ്പോഴത്തേക്ക് ബസ്സിൽ വേഗം വന്ന് കയറി ഒരു കാപ്പി എടുത്തുകൊണ്ട് ഞാൻ ബസ്സിലേക്ക് വന്നു. എൻ്റെ ഹാൻഡ് ബാഗ് എടുക്കാൻ മറന്നുപോയി. ബസ്സിൽ കയറി 4-5 മൈൽ വിട്ടു. ഒരു ലേഡിയാണ് വണ്ടി ഓടിക്കുന്നത്. 4-5 മൈൽ വണ്ടി ഓടിക്കുന്ന ബസ് ഡ്രൈവർ എന്നല്ല അവിടെ പറയുന്നത്, ബസ് ഓപ്പറേറ്റർ എന്നാണ് പറയുന്നത്. പെട്ടെന്ന് ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ, എല്ലാം നിൻ്റെ മഹത്വത്തിന് വേണ്ടിയുള്ളതാണ്, നിൻ്റെ വേലയ്ക്ക് പ്രയോജനപ്പെടുത്തേണ്ടതാണ് എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചിട്ട് ആ ലേഡിയുടെ അടുക്കൽ ചെന്ന് വിഷയം പറഞ്ഞു. അവരും ഫോൺ മൈക്കിൽ കൂടെ അനൗൺസ് ചെയ്തു, നമ്മൾ പുറകോട്ട് പോകുക, ഇയാളുടെ ബാഗ് മിസ്സായി പോയി, പുറകോട്ട് വിടുക എന്ന് പറഞ്ഞു. ഞാൻ ഉടനെ കേരളത്തെ ചിന്തിച്ചു പോയി. കേരളത്തിൽ ഇങ്ങനെ വല്ലതും നടക്കും. അവർ ബസ് പുറകോട്ട് വിട്ട് റെസ്റ്റോറൻറ്റ് മുമ്പിൽ കൊണ്ടുപോയി നിർത്തി. ഞാൻ ഇറങ്ങിപ്പോകുമ്പോൾ ബസ്സിലുള്ളവരെല്ലാം എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ ഇറങ്ങിച്ചെന്നപ്പോൾ ഞാൻ വെച്ച സ്ഥലത്ത് ആ ബാഗ് ഇരിപ്പുണ്ട്. ആ ബാഗ് എടുത്തുകൊണ്ട് തിരിച്ച് ബസ്സിലേക്ക് വരുമ്പോൾ ബസ്സിലിരുന്നവരെല്ലാം യു ആർ ലക്കി എന്ന് പറഞ്ഞ് വളരെ ഘോഷമുണ്ടാക്കി. ആ ബസ്സിലെ ഇന്ത്യക്കാരൻ ഞാൻ മാത്രമേ ഉള്ളൂ. ആ അനുഭവം ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. കാരണം അതെനിക്ക് നഷ്ടമായാൽ ഞാൻ എവിടെയാണ്, എൻ്റെ പരിചയമുള്ളവരാരുമില്ല. പക്ഷേ എൻ്റെ മേൽ കണ്ണ് മുകളിലുണ്ടായിരുന്നു. എന്നെക്കുറിച്ചുള്ള ദൈവഹിതത്തിന് വേണ്ടി ദൈവം കരുതി എന്നുള്ളത് തീർച്ചയായിട്ടും ഒരിക്കലും മറക്കാം. യഹോവയുടെ ദൃഷ്ടി തന്റെ ഭക്തന്മാരുടെ മേലും. അതുപോലെ തന്നെ അട്ടപ്പാടിയിലെ ഒരു വിഷയം ഞാൻ ഓർക്കുന്നുണ്ട്. അട്ടപ്പാടിയിൽ ആരംഭകാലത്ത്, അട്ടപ്പാടി എന്ന് പറഞ്ഞാൽ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, കാൽ വെക്കുന്നിടം എല്ലാം സ്വന്തമായി കിട്ടുന്ന സ്ഥലമാണെന്ന്. കാരണം അവിടുത്തെ മണ്ണ് ഇളക്കമുള്ളതാണ്. ഒരു മഴ ചെറുതായിട്ട് പെയ്താൽ മതി, ചെരുപ്പേൽ ഇങ്ങി പിടിക്കും. അന്ന് ഞാൻ 1968 ഒരു അട്ടപ്പാടിയിലെങ്ങും റോഡില്ല, ഒരു മെയിൻ റോഡ് മാത്രമേ ഉള്ളൂ. ഉള്ളിലേക്ക് ഒരു 12 കിലോമീറ്റർ ഉള്ളിലേക്ക് ഞാൻ നടക്കുക. ചാറ്റമഴയുണ്ടായിരുന്നു. ചാറ്റമഴയത്ത് കഴുത ചുമട് ചുമന്ന് മണ്ണെല്ലാം ഇളകിക്കിടന്നു. ഒരു മണ്ണ് റോഡാണ്. എൻ്റെ കാലിൽ ചെരുപ്പ് 2 വള്ളി റബ്ബർ ചെരുപ്പ്, ആ കാലത്തെ ചെരുപ്പൊക്കെ ആണല്ലോ, ഇതിട്ടുകൊണ്ട് നടക്കുക. അല്പം നടന്നപ്പോഴത്തേക്കും കാലയിൽ ചെരുപ്പേൽ ഈ മണ്ണങ്ങ് പിടിച്ചിട്ട് നടക്കാൻ വയ്യാതായി. അവസാനം ഞാൻ ചെരുപ്പ് രണ്ടും കുറ്റിക്കാട്ടിൽ മറച്ചിട്ടേച്ച് ഞാൻ നടന്നു, ചെരുപ്പില്ലാതെ നടന്ന് അട്ടപ്പാടിയിൽ മുണ്ടമ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്ന് അവിടെ 3 ദിവസം താമസിച്ച് യോഗങ്ങൾ നടത്തി തിരിച്ചു പോരുകയാണ്. അവിടെ ഞാൻ ഓർക്കുന്നു, തണുപ്പ് വെള്ളം, അവിടെ തണുപ്പ് കൂടുതലുള്ള സ്ഥലമാണ്. തോട് ചിറകെട്ടി നിർത്തി ഒരു 12 പേരെ ഒരുമിച്ച് സ്നാനപ്പെടുത്തി ഓർക്കുന്നുണ്ട്. അങ്ങനെയാണ് അവിടുത്തെ വേല വളർന്നത്. ഞാൻ 3 ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്ന്, ചെരുപ്പില്ലാതെ തിരിച്ചു വന്ന് കാട്ടിൽ നോക്കിയപ്പോൾ ആ ചെരുപ്പ് അവിടെ ഉണ്ടായിരുന്നു. ആ ചെരുപ്പ് കൊട്ടിയെടുത്ത് ഇട്ടോണ്ട് ബസ്സിൽ കയറിയ പിന്നെ തിരിച്ചു വന്നു. ഇങ്ങനെയുള്ള പല എന്നുവെച്ചാൽ ചെരുപ്പ് പൊതഞ്ഞു പോയല്ലേ ചെളിയിലെ? ചെരുപ്പേൽ അങ്ങ് പൊതഞ്ഞ് പിടിച്ചു. എന്നിട്ട് എത്ര കിലോമീറ്റർ പാസ് നടന്നത് ആ ലക്ഷ്യം എത്താൻ? ഒരു 11 കിലോമീറ്റർ ചെരുപ്പില്ലാതെ നടന്നു. അതെ, അതുപോലെ തിരിച്ചു ചെരുപ്പില്ലാതെ. അതുപോലെ ചെരുപ്പില്ലാതെയാണ്. ഓ ഗ്രേറ്റ്.
എത്രത്തെ ആകത്തോടെ കർത്താവിൻ്റെ വേല ചെയ്തല്ലേ. കർത്താവ് അനുഗ്രഹിക്കട്ടെ പാസ്റ്റർ. തീർച്ചയായിട്ടും ഇതൊക്കെ ഞങ്ങൾക്കൊരു ഇൻസ്പിറേഷന് കാരണമായി തീരുന്നുണ്ട്. പാസ്റ്ററിൻ്റെ ഈ കർത്താവ് നടത്തിയ വഴികളൊക്കെ എത്ര അത്ഭുതകരമായിട്ടാണ്. അതുപോലെ പാസ്റ്റർ ഞങ്ങൾ ചോദിക്കുന്നത് പാസ്റ്ററിൻ്റെ കുടുംബത്തെക്കുറിച്ച്, തൻ്റെ ഭാര്യ, മക്കൾ, അവരെക്കുറിച്ച് സംസാരിക്കാമോ? ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങുമ്പോൾ ഞാൻ വിവാഹം കഴിക്കുന്ന യുവതിക്ക് ജോലി ഉണ്ടായിരിക്കരുത്. കാരണം ജോലിക്ക് വേണ്ടി പോയിട്ട് സുവിശേഷ വേലയ്ക്ക് പൂർണ്ണസമയം വരുവാൻ തടസ്സമായി തീരരുത്. അതിനുവേണ്ടി അങ്ങനെ ഒരു വിവാഹമാണ് നടന്നത്. എൻ്റെ ഭാര്യ വീട് മീൻമുട്ടിയിലാണ്, മലബാറിലാണ്, കൊഴാമലയിൽ എന്ന് പറയും. അങ്ങനെയാണ് വിവാഹം നടന്ന് അതിന് ശേഷം മക്കൾ 3 പേരുണ്ടായി. മൂത്തത് മകൾ, 2 ആൺമക്കൾ. മകൾ കുടുംബം കർത്താവിൻ്റെ വേലയിലാണ്. ഇവിടെ 3 പേരും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടിയാണ് സമർപ്പിക്കപ്പെട്ടത്. മരുമകൻ പാസ്റ്റർ PU ബെന്നി ബോംബെയിലെ ചെമ്പൂർ സഭയിൽ ശുശ്രൂഷിക്കുന്നു. അതുപോലെ മകൻ ഫിന്നി മാത്യു ഇവിടെ കോയമ്പത്തൂർ ഒരു സഭയിൽ ശുശ്രൂഷിക്കുന്ന കുടുംബമായിട്ട്. ഇളയ മകൻ ജോസ് ഞങ്ങളോടൊപ്പം ഉണ്ട്. അവന് ബൈബിൾ സ്കൂൾ പഠിച്ചതാണ്. കുഞ്ഞുങ്ങൾ എല്ലാവരും കർത്താവിന് വേണ്ടി നിൽപ്പാൻ ദൈവം സഹായിക്കുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പാസ്റ്റർ, ഇന്ന് ധാരാളം ശുശ്രൂഷകന്മാർ കർത്താവിന് വേലയ്ക്ക് ഇറങ്ങുന്നുണ്ട്. ധാരാളം ചെറുപ്പക്കാരന്മാരുണ്ട്. പാസ്റ്റർ കാലത്തിലൊക്കെ ഒന്നുമില്ലായ്മയിൽ ഇറങ്ങിത്തിരിച്ച് സഭകൾ സ്ഥാപിക്കുന്ന ഒറ്റ ലക്ഷ്യത്തിൽ ഇറങ്ങിത്തിരിച്ച ദൈവ മനുഷ്യനാണ്. ആ അനുഭവത്തിൽ നിന്ന് ഞങ്ങളുടെ പുതുതലമുറയോട് കൊടുക്കേണ്ട ദൈവിക സന്ദേശം ഒന്ന് പങ്കുവയ്ക്കാമോ ഞങ്ങളോട്? കർത്താവിൻ്റെ വയലിൽ ഇന്ന് അധ്വാനിക്കുന്ന അനേകരുണ്ട്. അതുപോലെ തന്നെ കർത്താവിന് വേണ്ടി ജീവിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നവരുണ്ട്, ജീവിക്കേണ്ടവരുണ്ട്. ഇന്നത്തെ തലമുറ വലിയ ജ്ഞാനികളുടെ തലമുറയാണ്. ചെറിയ കുട്ടിക്ക് പോലും ഇന്നത്തെ ഇൻ്റർനെറ്റോ അങ്ങനെയുള്ളതായിരിക്കുന്ന ഡിവൈസ് വിഷയങ്ങളെല്ലാം നന്നായിട്ട് അറിയാവുന്ന ഒരു തലമുറയാണ്. എന്നാൽ ഈ ജ്ഞാനം എന്തിനു വേണ്ടി വിനിയോഗിക്കുന്നു എന്നുള്ളതാണ് വിഷയം. ജ്ഞാനം മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചതും ദൈവം ഒരുക്കി വെച്ചതുമായതിനെ കാര്യകാരണ സഹിതം കണ്ടുപിടിക്കുവാൻ മനുഷ്യൻ ബന്ധപ്പെടുന്നു. അതിൻ്റെ കാരണം എന്താണ്? ഇന്നത്തെ മഹാരോഗം, അതിൻ്റെ കാരണം എന്താണ്? ഏതിലാണ്? എവിടെയാണ്? അതിൻ്റെ പരിഹാരം എന്താണ്? ഇങ്ങനെയൊക്കെയും കാര്യകാരണ സഹിതം കണ്ടുപിടിക്കാനായിട്ട് പരിശ്രമിക്കുന്നു. എന്നാൽ മനുഷ്യൻ ശ്രദ്ധിക്കാത്തൊരു വിഷയമുണ്ട്. ഇതിൻ്റെ കാരണക്കാരനായ ദൈവത്തെ അന്വേഷിക്കുന്നില്ല. ദൈവം സൃഷ്ടിച്ചതിനെ കണ്ടുപിടിക്കുന്നു, സൃഷ്ടാവിനെ കണ്ടുപിടിക്കുന്നില്ല, കാണുന്നില്ല. അതാണ് ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാനാണ് ദൈവം സ്വർഗത്തിൽ നോക്കുന്നത്. ദൈവത്തെ അന്വേഷിക്കുന്നവനുണ്ടോ? ജ്ഞാനിയായ ശലോമോനും പറഞ്ഞത്, നിൻ്റെ യൗവനകാലത്ത് നിൻ്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക, ദൈവത്തെ എന്നല്ല. നിന്നെ ഇങ്ങനെ സൃഷ്ടിച്ചില്ലേ ഒരാൾ, ഇങ്ങനെ ഡിസൈൻ ചെയ്ത് ഒരാൾ, തല മുകളിൽ, കാല് താഴെ, ഇതിനെല്ലാം ജോയിൻസ്, നടക്കുന്ന കാലിൻ്റെ അടിയിൽ കുറച്ച് കട്ടിയുള്ള ചർമ്മം, ജോലി ചെയ്യാനുള്ള ജോയിൻസ്, കാഴ്ച 2 കണ്ണ് മുമ്പോട്ട് തന്നെ, ഒരു കണ്ണ് മുമ്പിലും ഒരു കണ്ണ് പുറകിലായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ എന്ന് വേണ്ട. ഭക്ഷണം ചവച്ചരയ്ക്കാൻ 32 പല്ലുള്ളൊരു മില്ല്, അതുമൂലം ശരീരം മുഴുവൻ ആരോഗ്യം. ഇങ്ങനെ ഡിസൈൻ ചെയ്ത ഒരാളില്ലേ? ഇത് തനിയെ കൊണ്ടായതാണോ? തനിയെ ഉണ്ടായതാണോ? അപ്പോൾ ഇങ്ങനെ സൃഷ്ടാവിനെ കണ്ടെത്തുന്നില്ല. സൃഷ്ടാവിനെ ദൈവവചനം പറയുന്നു, നിനക്ക് ഇങ്ങനെ ജോയിൻസ് തന്നത് നീ ദൈവസന്നിധിയിൽ മുട്ടുമടക്കാനാ, ദൈവസന്നിധിയിൽ വീണ് നമസ്കരിക്കാനാ, ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാനാണ്. ഈ ക്രമീകരണങ്ങൾ, ഈ സൃഷ്ടിയുടെ ഈ വിശേഷത, അതിൻ്റെ കാരണം മനുഷ്യൻ ചിന്തിക്കുന്നില്ല. ഈ അനാട്ടമി എന്ന് പറഞ്ഞാൽ ഈ ശരീരശാസ്ത്രം എങ്ങനെ ഉണ്ടായി, ഇതെവിടെ നിന്നുണ്ടായി, ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കുന്നവനാണ് ബുദ്ധിയുള്ളവൻ. ദൈവവേലയ്ക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ പൂർണ്ണ സമയമായിട്ട് സമർപ്പണമുള്ളവരെ വളരെ ചുരുക്കമാണ്. ഇന്ന് ദൈവവേലക്കാർക്ക് തന്നെ ദൈവഭയം നിറഞ്ഞിരിക്കുന്ന ഒരു കാലമാണ്. ദൈവഭയം കുറഞ്ഞിരിക്കുന്നു.
ദൈവഭയം. എന്തെങ്കിലും ദൈവം പറഞ്ഞതുപോലെ തന്നെ ചെയ്യണം, അതുപോലെ തന്നെ ജീവിക്കണം, പ്രവർത്തിക്കണമെന്ന് 100% ചെയ്യണമെന്നുള്ള ചിന്തയില്ല. ഞാൻ പലപ്പോഴും ഇങ്ങനെ ഓർക്കും, ദൈവസന്ധി ഭയപ്പെടും. എന്നെക്കുറിച്ചുള്ള ദൈവഹിതം 100% ആകുന്നുണ്ടോ എന്ന് ഞാൻ പരിശോധിക്കും. എന്തെങ്കിലും ചെയ്തു മാറിയിരിക്കുന്നവരല്ല, ചെയ്യേണ്ടത് മുഴുവൻ ചെയ്യുന്നവരാണ്. പൗലോസ് പറഞ്ഞതുപോലെ, ഞാൻ നല്ലപോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. തൻ്റെ ശിഷ്യനോടും താൻ പറഞ്ഞ ഇതാണ്, വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുത്, ബെസ്റ്റായിരിക്കണം, എന്തെങ്കിലും ചെയ്യല്ല. അപ്പോൾ പൂർണ്ണമായി പ്രവർത്തിപ്പാനുള്ള സമയം, സമർപ്പണം ഉള്ളവർ എവിടെയെന്നാണ് കർത്താവ് നോക്കുന്നത്. അവരെ കർത്താവ് പൂർണ്ണമായി ഉപയോഗിക്കുകയും ചെയ്യും. ഈ മഹാമാരിയുടെ പീരീഡിലും ദൈവവേല നടക്കും, തീർച്ചയായിട്ടും നടക്കും. ഇപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്യുക, സമയത്തെ തക്കത്തി വിനിയോഗിക്കുക, ഇപ്പോൾ ചെയ്യാൻ കഴിയുന്നത് പോലെ ചെയ്യുക. ഇപ്പോൾ ചെയ്യാൻ കഴിയുന്നതിൽ മുഖ്യമായൊരു അനുഭവമാണ് പ്രാർത്ഥന എന്നുള്ളത്. സ്തോത്രം. എൻ്റെ അനുഭവം പറഞ്ഞാൽ, ഒരു ദിവസം പല പ്രാവശ്യമായിട്ട് 4 മണിക്കൂറിലധികം പ്രാർത്ഥിപ്പാൻ ഇപ്പം കഴിയുന്നുണ്ട്. 81 വയസ്സിലും അതെ, പല സന്ദർഭങ്ങളിലായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിശ്രമമില്ലാതെ ദൈവത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ ഡിസ്ട്രിക്റ്റിലെ മീറ്റിങ്ങുകൾ, ഒരുമിച്ചുള്ളതായിരിക്കുന്ന മീറ്റിങ്ങുകൾ, പ്രാർത്ഥനകൾ, ആരാധനകൾ, അതുപോലെ തന്നെ പല സ്ഥലങ്ങളിൽ, പല രാജ്യങ്ങളിൽ കർത്താവിൻ്റെ മെസ്സേജ് കൊടുക്കാനുള്ള സന്ദർഭം, ഇങ്ങനെ പല നിലകളിൽ വിശ്രമമില്ലാതെ പ്രവർത്തിപ്പാൻ ഇപ്പോഴും ദൈവം സാധിപ്പിക്കുന്നു. ഞാൻ പറഞ്ഞതിന് സാരം, ആഗ്രഹമുണ്ടോ, സമർപ്പണമുണ്ടോ, ഉപയോഗിപ്പാൻ ദൈവമുണ്ട്. അതാണ്. ദൈവം ഇന്നും പ്രവർത്തിക്കുന്നു. ദൈവത്തിന് പ്രവർത്തിപ്പാൻ തടസ്സമായ ഒരു കാലവുമില്ല. ഏത് കാലത്തും വേലയ്ക്ക് മുടക്കമില്ല. ഏത് സാഹചര്യത്തിലും കർത്താവിൻ്റെ സാന്നിധ്യം കിട്ടാൻ തടസ്സവുമില്ല. ഇന്നും വിശ്വസിക്കുന്നവരാൽ ഇതൊക്കെ നടക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മളിപ്പോൾ ദീർഘസമയമായി പാസ്റ്റർ MV മത്തായി അവരുടെ അനുഭവങ്ങൾ, ദൈവം നടത്തിയ വിധങ്ങൾ, ദൈവത്തിനുവേണ്ടി പ്രയോജനപ്പെട്ട രീതികൾ നമ്മൾ ചുരുക്കമായിട്ട് നമ്മൾ കേൾപ്പാൻ കർത്താവ് സഹായിച്ചു. ഒന്നുമില്ലാതിരുന്ന സമയത്ത് മലബാറിലേക്ക് വന്ന് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ചുമൽ കൊടുത്ത് ഇപ്പോൾ IPCക്ക് തന്നെ 13 സെൻറ്ററുകളുണ്ടാക്കി, 160-160-ലധികം സഭകൾ ആ എല്ലാ സെൻറ്ററുകളുണ്ടായി. അത് പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ, കോയമ്പത്തൂരിൽ താൻ വന്ന് തമിഴ്നാടിൻ്റെ പല ഭാഗങ്ങളിൽ കർത്താവിൻ്റെ വേല വിപുലമാക്കി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ട് അപേക്ഷിക്കുന്നതാണല്ലോ. ഒരു മനുഷ്യനെ ദൈവം തിരഞ്ഞെടുക്കുന്നത് വെറുതെ അല്ല. അവൻ്റെ മേൽ കർത്താവ് ഇട്ടിരിക്കുന്ന ആ പദ്ധതിയും ചെറുതല്ല. നിങ്ങളെ വിളിച്ച് നിങ്ങൾ ഉറപ്പുവരുത്തുക, ദൈവം നിങ്ങളെ കൈവിടത്തില്ല. നിശ്ചയമായിട്ടും വരും ദിവസം കർത്താവിൻ്റെ മേലിൽ വർദ്ധിച്ചു വരിക. നിശ്ചയമായിട്ടും നിങ്ങളെക്കുറിച്ചുള്ള കർത്താവിൻ്റെ പദ്ധതി അതൊരിക്കലും വൃതമായി പോകത്തില്ല. കാത്തിരിക്കാൻ നമുക്ക് ദൈവമേ ഒരുമിച്ച് അനുഗ്രഹിക്കുവാനായിട്ട്